ഹലോ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കണ്ണ് എഴുതുന്നതിനെ പറ്റിയുള്ള ഒരു ടിപ്സിനെ പറ്റി പറയാനാണ്. അതായത് നമ്മൾ പലപ്പോഴും ഐലൈനറല്ല ഈ പെൻസിൽ വെച്ചിട്ട് എഴുതിയാൽ അത് ചിലപ്പോൾ പടർന്നു പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. അതായത് അതിന് വേണ്ടുന്ന 3 സാധനങ്ങളാണ്. അതിൽ 3 സാധനങ്ങളെന്ന് പറയുന്നത് യൂസ് ചെയ്യേണ്ടത്, ഒന്ന് ക്യൂ-ടിപ്പ്, പിന്നെ ഒന്ന് ഐ പെൻസില്, പിന്നെ ഒരു ബ്രഷ്, നമുക്ക് ഇങ്ങനെ ഐലൈനർ താഴെ കൊടുക്കാനായിട്ട്. 3 സാധനങ്ങളെന്ന് പറഞ്ഞെങ്കിലും വീണ്ടും ഒരു ഐ ഷാഡോ കൂടെ ഉണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് കളറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് എങ്ങനെ അത് പടരാതിരിക്കുന്നതിനുള്ള ഒരു ടെക്നിക്ക്, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതുമാതിരി ഒരു ക്യൂ-ടിപ്പ് വെച്ചിട്ട് കണ്ണിൻ്റെ അടിഭാഗത്തായാലും മേൽഭാഗത്തായാലും കുറച്ച് ഈർപ്പം ഉണ്ടാകും. അപ്പോൾ ആ ഒരു വെള്ള നനവിനെ നമ്മൾ ഈ ഒരു ക്യൂ-ടിപ്പ് കൊണ്ട് മാറ്റുവാണ്. അടുത്തതായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പെൻസിൽ എടുത്ത ഉടനെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ കണ്ണിൽ എഴുതുന്നതിന് പകരം കുറച്ചൊന്ന് കയ്യിലോ ഏതെങ്കിലും ഒരു മേക്കപ്പ് പ്ലേറ്റിലേക്കോ ഒന്ന് വരച്ച് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേരം അത് കുറച്ചുകൂടെ ഒരു ഈവൻ ആകും. എന്നിട്ട് നമ്മളിത് കണ്ണിലേക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇതേ 2 കണ്ണിലേക്കും ആയി പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുമാതിരി ഒരു ഫ്ലാറ്റ് ബ്രഷ്, അതായത് ഈ ഫ്ലാറ്റ് ബ്രഷിൽ നമ്മൾ വന്നിട്ട് ബ്ലാക്ക് കളർ ഐ ഷാഡോ അതെടുക്കുവാണ്. അതെടുത്തിട്ട് അത് നമ്മുടെ ലാഷ് ലൈനിലേക്ക് നമ്മളൊന്ന് അപ്ലൈ ചെയ്യുക. ഞാൻ അത് വന്നിട്ട് 2 ലാഷ് ലൈനിലേക്കും ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? പൗഡർ ബ്ലാക്ക് മസ്കാര. ഇനിയാണ് ഇതിൻ്റെ പ്രധാന ട്രിക്ക് ഇരിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് താഴേക്ക് ഇങ്ങനെ പടർന്നു വരുന്ന കാണാറുണ്ടല്ലേ. അപ്പോൾ അതിന് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? ഒരു മേക്കപ്പ് ഫിക്സർ സ്പ്രേ, ഇതുമാതിരി ഒരു മേക്കപ്പ് ഫിക്സർ സ്പ്രേ എടുക്കുക. അതെടുത്തിട്ട് അത് നമ്മളിപ്പോൾ ഉപയോഗിച്ച ആ ബ്രഷിലേക്ക് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മേക്കപ്പ് ഫിക്സർ നമ്മുടെ ഈ ബ്രഷിൽ വന്നു കഴിഞ്ഞു. ഇനി വന്നിട്ട് ഇതിനെ ഇപ്പം നമ്മൾ ഫിക്സ് ചെയ്ത ഐ ഷാഡോയുടെ പുറത്തായിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്യുക. ഇനി ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ഇത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മേക്കപ്പ് ഫിക്സർ കൊണ്ട് നമ്മൾ അതൊന്ന് സ്മഡ്ജ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് മേക്കപ്പ് റിമൂവർ വെച്ച് അത് റിമൂവ് ചെയ്യുന്നോ അതുവരെയും ഈ പറയുന്ന കാജൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മറുപടി പറയുക.